ഹലോ ഗായ്സ്, ഇപ്പൊ ദിയ കൃഷ്ണൻ എയറിലാണ്. എന്താണ് സംഭവിച്ചത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? അശ്വിൻ എന്താ പറ്റിയത്? എന്തു പറ്റി? എല്ലാം വ്യക്തമായി പറഞ്ഞുതരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയ കൃഷ്ണൻ ഒരു മദേഴ്സ് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മദേഴ്സ് ഡേക്ക് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ വ്ളോഗിൽ നമുക്ക് ദിയ കൃഷ്ണൻ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ആ കമൻസ് എന്ന് പറഞ്ഞാൽ ഇന്നതായിരുന്നു. അതായത് എന്തിനാണ് എപ്പോഴും അശ്വിൻ്റെ അമ്മ എന്ന് ദിയ കൃഷ്ണൻ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ റിയാക്ട് ചെയ്ത് ഇങ്ങനെയാണ്. അതായത് എനിക്ക് എൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട്, ആ അമ്മയെ മാത്രമേ ഞാൻ അമ്മ എന്ന് വിളിക്കുള്ളൂ, അതാണ് എനിക്കിഷ്ടം. അതേ സമയത്ത് ഈ റോട്ടിൽ പോകുന്നവർ, വഴി കാണുന്നവരെയൊക്കെ ഞാൻ എന്തിനാ അമ്മ എന്ന് വിളിക്കുന്നത്? മനസ്സിലായത്? നിങ്ങൾക്ക് ആ ലൈൻ കിട്ടിയില്ലേ? റോട്ടിൽ പോകുന്നവർ, വഴി കാണുന്നവർ ഞാൻ എന്തിനാ അമ്മ എന്ന് വിളിക്കുന്നത്? ആ ഒരു ഡയലോഗ് പറഞ്ഞത് വളരെ മോശം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് ഒരുമാതിരി ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ആ ഒരു ഡയലോഗ് കാരനാണ് ഇപ്പോൾ ദിയ കൃഷ്ണൻ ഏറി നിൽക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, അശ്വിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ആൻറ്റീന്നോ അല്ലെങ്കിൽ അശ്വിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റിയാക്ട് ചെയ്തായിരുന്നു. അപ്പം അതിനെടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ഇത് പ്രതികരിക്കുന്നത്. സത്യത്തിൽ ആ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് അങ്ങനെ പറയണ്ടായിരുന്നു. എന്താണ്, റോട്ടിലിരിക്കുന്നത്, വഴി പോകുന്നവരെയൊക്കെ എനിക്ക് അമ്മ എന്ന് കയറി വിളിക്കാൻ പറ്റുമോ? ആ ഒരു ഡയലോഗ് പറഞ്ഞതാണ് വളരെ മോശമായിട്ട് ഇപ്പോൾ പോയത്. അതുകൊണ്ട് തന്നെ ദിയ കൃഷ്ണൻ ഇന്നിപ്പോൾ എയറിലാണ്. ഇനി എപ്പോൾ ഇറങ്ങുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനെന്ന വീഡിയോസ് നിങ്ങളുടെ ഹോം പേജിൽ വന്ന് കിടക്കുകയുള്ളൂ. ബൈ.